കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 50-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നീ സാസനെ വെറുത്ത് എൻ്റെ വചനങ്ങളെ നിൻ്റെ പുറകിൽ എറിഞ്ഞു കളയുന്നുവല്ലോ എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, നാം ഇന്ന് ഒരു സാസന ഇഷ്ടപ്പെടാത്ത ഒരു തലമുറയുടെ കാലയളവിലാണ് നാം ജീവിക്കുന്നത്. ഇന്ന് ഏത് കുഞ്ഞുങ്ങളെ എടുത്ത് നോക്കിയാലും മാതാപിതാക്കൾ അവർ പറയുന്നത് അനുസരിക്കുവാനോ അതിന് ദൈവവചനത്തോട് ചേർത്ത് തങ്ങളെ തിരുത്തുവാനോ ഇന്ന് പല കുഞ്ഞുങ്ങളും ശ്രമിക്കുന്നില്ല. അവർ തനിക്ക് തോന്നുന്നത് അതാണ് ശരി, അമ്മയ്ക്കും അപ്പയ്ക്കും ഒന്നും അറിയത്തില്ല എന്ന് പറയുന്നു. മുൻപ് കാലങ്ങളിൽ മാതാപിതാക്കളെ അനുസരിക്കുന്ന ഒരു കൂട്ടം പൈതങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ ഇപ്പോഴവർ ഞങ്ങൾ വിചാരിക്കുന്നതും ഞങ്ങൾ ചെയ്യുന്നതും ശരിയാണ് എന്ന്. പക്ഷേ അവിടെ അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്: എന്നാൽ ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു, നീ എൻ്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എൻ്റെ നിയമത്തെ നിൻ്റെ വായിൽ എടുപ്പാനും നിനക്കെന്ത് കാര്യം എന്ന്. അപ്പോൾ ശാസനകളെ വെറുത്ത്, ദൈവകൽപ്പനകളെ വെറുത്ത് അമ്മയപ്പന്മാരെ അനുസരിക്കാതെ ഇരിക്കുന്ന പൈതങ്ങൾക്ക് ദേവാലയത്തിൽ ചെന്ന് ദൈവത്തിൻ്റെ നാമം സ്തുതിക്കുവാനും ചട്ടങ്ങളെ പറയുവാനും ഒന്നിനും അധികാരമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ദൈവം ദുഷ്ട എന്നാണ് പറയുന്നത്. പ്രിയ ദൈവമക്കളെ, ആയതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അമ്മയപ്പന്മാരെ അനുസരിപ്പാനും നമ്മുടെ ജീവിതങ്ങളെ ക്രിസ്തുവിൽ തന്നെ ശരിയാക്കി ജീവിപ്പാനും ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുവാനും നാം പ്രയാസപ്പെടേണ്ടതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, കർത്താവ് എത്രയും പെട്ടെന്ന് വരും. അപ്പോൾ നമ്മുടെ പ്രവൃത്തിയിൽ ദോഷം ഉണ്ടെന്ന് കണ്ടാൽ ഒരിക്കലും നമുക്ക് കർത്താവിനോട് കൂടെ പോകുവാൻ സാധിക്കത്തില്ല. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നാം ഇന്ന് ശാസനകളെ വെറുക്കാതെ ശാസനകൾ നമുക്ക് നേരായി വരുമ്പോൾ അതൊരു പാസ്റ്ററായിരിക്കാം, അല്ലെങ്കിൽ പുരോഹിതന്മാരായിരിക്കാം, ടീച്ചേഴ്സായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെക്കാളും വയസ്സിന് മുതിർന്നവരായിരിക്കാം. നമ്മിൽ കാണുന്ന തെറ്റവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതൊന്നും തെറ്റല്ല എന്ന് വിചാരിച്ച് മുമ്പോട്ട് പോകാതെ അത് തെറ്റാണോ എന്ന് നാം തന്നെ നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്തറിഞ്ഞ് അത് തിരുത്തി ദൈവസന്നിധിയിൽ ദൈവമക്കളായി ജീവിപ്പാനും ദൈവരാജ്യത്തിൽ പോകുവാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവ് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, അനുസരണം കെട്ട ഒരു തലമുറ ജീവിക്കുന്ന കാലയളവിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ലോകത്തുള്ള സകല തലമുറകൾക്കായും അങ്ങയുടെ കരങ്ങളിൽ കർത്താവ് തരുന്നൊപ്പ ഓരോരുത്തരെയും അങ്ങയുടെ രീതിയിൽ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ ജീവിതത്തിലും കർത്താവെ അങ്ങേ ആശ്രയിച്ച് നടപ്പാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഒരു കൊച്ചുപോലും നഷ്ടപ്പെട്ടു പോകുവാൻ അങ്ങ് അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഓരോരുത്തരെയും രക്ഷയ്ക്ക് വഴിയിലേക്ക് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.